दोस्ती हम नहीं तोड़ेंगे तोड़ेंगे दम मगल तेरा साथ ना छोड़ेंगे. ദൈവത്തിന്റെ നാട് നാടിന് മൊത്തം കേട് ഈ ധാരാണ്ടിന്റെ മേട് ഹൊയ് ഹൊയ് കഥയില്ല കഥ പലതും ചൊല്ലി പൊല്ലാപ്പിലതാക്കണ കൂട്ടം കൊല ചെയ്യും പലരുണ്ട്. പലതുള്ളി പെരുവെള്ളം പോൽ പലമാതിരി കഥകൾ പറയാൻ പുഞ്ചിരി തൂകും കൊഞ്ചലുമായി നാടിനിക്കൊരു 40 വട്ടം നാടും നഗരവും ചുറ്റിപ്പായാണ് ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ് ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ഇത് ദേശമംഗല ഗ്രാമം. നഗരത്തിന്റെ കാപട്യങ്ങൾ ഒട്ടേറെയൊന്നും കടന്നിയല്ലാത്ത ഒരു മലയോര ഗ്രാമം. ഇവരെ നഗരവുമായി ബന്ധിപ്പിക്കുന്ന ഏക യാത്രാമാർഗമാണ് പുഞ്ചിരി ട്രാവൽസ്. പുഞ്ചിരി ബസ് ദേശമംഗലത്തിന്റെ ഹൃദയ താളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദേശമംഗലത്തിന്റെ കഥ പുഞ്ചിരി ട്രാവൽസിന്റെ കൂടെ കഥയാണ്. പാടടി സരസ്വതി വരം നിറഞ്ഞ സാഗരം ഗുരു കടാക്ഷമായി വരുന്നു സാഗര ആനന്ദത്തേരിമ്പം തേരിനാണീ മാനത്തൂടൻ. അല്ല, എന്റെ ജീവിതം ഇങ്ങനെ കോരിയും കുളിപ്പിച്ചും തീർന്നു പോത്തേ ഉള്ളു ദൈവമേ. അയ്യോടാ, ഈ ബ്രേക്ക് ചവിട്ടുന്ന വടി ലൂസാണല്ലോടാ. ഈ കാര്യം ഉടൻ തന്നെ മുതലാളിയോട് പോയി പറയണം. എന്തുവാടാ ഇത്? എന്ത് വണ്ടി കഴുകണ കണ്ടൂടെ? അതിനിടെ കയറി വന്നിട്ട് എന്നെ പറയണ എന്തിനാണ്? മനുഷ്യന്റെ മേത്തേക്ക് വെള്ളം കോരി ഒഴിച്ചിട്ടാണാ നിന്റെ വണ്ടി കഴുകണത്? ഞാനറിഞ്ഞ കണ്ടോ മാനത്തുനിന്ന് പൊട്ടി വീണ പോലെ എന്റെ മുമ്പിൽ നിന്ന് വീഴുവന്ന്. പിന്നെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുമ്പോ എനിക്കതൊന്നും നോക്കാൻ പറ്റൂല. ഓ, ഒരു വൃത്തികെട്ട കരിമന്തി, അവന്റെ ഉടുക്കത്തെ ആത്മാർത്ഥ. ഈ വണ്ടി കഴുകണ നേരത്തെ ഇവനൊന്ന് കുളിച്ചായിരുന്നു. വേറൊന്നിനും വന്നാലല്ല, നെറ്റിയിൽ റിഫ്ലക്ടർ അടിക്കാൻ വന്നാലേ. സർവേക്കല്ല കാക്ക തൂറിയിട്ട പോലെ ഒരു കുറിയിട്ട് നടക്കുക. പണിയെടുക്കുന്നവരെ മെക്കിട്ട് കയറാനായിട്ട് വന്നോളും. ഓ, പണിയെടുക്കാൻ ഞാനും സുന്ദരനായിട്ട് നടക്കാൻ കുറെ അവന്മാരും. അയ്യടാ, വലിയ സിനിമാ നടന്മാരാണാ വിചാരം. നിനക്ക് വിവരമില്ലെന്ന് ആരാടാ പറഞ്ഞേ? ഓ, ഒരു കുഞ്ചാക്ക പോവൻ. അതെ, ഞാൻ മാത്രമല്ലല്ലോ ഈ ബസ്സിലെ കിളി, വേറെത്തിനും കൂടെ ഉണ്ടല്ലോ. അവന് വന്ന് കുറച്ച് സഹായിച്ചാൽ എന്താ കുഴപ്പം? അവന്റെ വള ഊരി പോവൂ. ഈ വേറൊരുത്തെന്ന് പറയണത് നിന്റെ ചേട്ടൻ തന്നെ അല്ലേ? ചേട്ടൻ എന്നും ചേട്ടൻ തന്നെയാടാ. ഒരു ചോട്ടൻ. അതെന്താടാ നീപ്പ കാര്യം? നിങ്ങൾ ഇരട്ടപ്പെട്ടതാണെങ്കിലും നിന്നേക്കാളും 1 സെക്കൻഡ് മുമ്പേ പുറത്തേക്ക് വന്നത് അവനല്ലേ? ആ, അതുപോലെ തന്നെ അവന്റെ സ്വഭാവവും. എവിടെയൊക്കെ എന്നെ ചവിട്ടി പുറകിലാക്കുവോ അവിടെ എല്ലാം എന്നെ ചവിട്ടി പുറകിലാക്കും. എന്തിന് വർഷങ്ങൾ കുറെ ആയല്ലോ ഞങ്ങൾ ഈ വണ്ടിയിൽ ജോലി ചെയ്യണത്. ഒരു ദിവസം, ഒരൊറ്റ ദിവസം ഈ വണ്ടിയുടെ ഫ്രണ്ട് ഡോറിൽ എന്നെ കിളിയാട്ടിരിച്ച അവനെന്താ കുഴപ്പം? അഹങ്കാരമാണ് അവന്. ഇത്തിരി തൊലി വെളുത്തു പോയതിന്. ഞാൻ ഇത്തിരി കറുത്തു എന്നല്ലാതെ എനിക്ക് അത്യാവശ്യം നല്ല സൗന്ദര്യമില്ലേ? പിന്നെ ഈ പല്ലിന്റെ ഒരു വിടവ് അതെനിക്ക് മാത്രമല്ല, മമ്മൂട്ടിക്ക് പോലും ഇല്ലേ. മമ്മൂട്ടിക്ക് സൈഡിലാണെന്നും എനിക്ക് സെന്ററിലാണെന്നേ ഉള്ളൂ. മമ്മൂട്ടിക്ക് ജാഗ്വാർ കാറുണ്ട്, നിനക്കുണ്ടോ? പിന്നെ ജങ്കാറ് പോലൊരു ബസ്സുണ്ടല്ലോ. അല്ല, ഞാൻ ഇച്ചിരി കറുത്തിരിക്കുന്നതിന്റെ അവഗണന ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ഇങ്ങനെ വെളുത്തിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഉള്ളു ക്ലിയർ ആയിരിക്കണം, എന്നാലേ പെമ്പിള്ളാർക്ക് ഇഷ്ടമാകൂ. ആ, എന്നാ ഉള്ളു ക്ലീൻ ആക്കണമെങ്കിൽ മോൻ ഇത് ഇത്തിരി വെള്ളം ചേർത്ത് അങ്ങോട്ട് കുടിക്കും. ഉള്ളു നന്നായിട്ട് ക്ലീൻ ആവും. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം, ഇത് കുടിക്കുമ്പോ ബസ്സിന് പുറത്തിറങ്ങിയിട്ടേ കുടിക്കാവൂ. നീ അകത്തിരുന്ന് കുടിച്ചാലേ ഈ വണ്ടി ഈ തെണ്ടി തന്നെ വീണ്ടും കഴുകേണ്ടി വരും. പിന്നെ വണ്ടി ക്ലീൻ ചെയ്യണ സാധനം കുടിച്ചാലേ മനസ്സ് ക്ലീൻ ആവണേ.
നോണ പറയാണ്. പിന്നെ ചുമ്മാ പറയേ. ഞാനിപ്പോ എവിടെയാണെന്ന് പറയാമോ? അല്ല, ഞങ്ങളുടെ റെസ്റ്റോറന്റില. ഡാഡി സിംഗപ്പൂരിലായതുകൊണ്ടേ എല്ലാത്തിനും എൻ്റെ ഒരു കണ്ണ് വേണം. മമ്മിയോ? വെയിറ്റ് ആൻഡ് സീ, നോക്കട്ടെ. മമ്മി സ്വിഫ്റ്റ് കാർ കഴിക്കൊണ്ടിരിക്കുക. സർവണ്ടോ? മമ്മിക്ക് ഇഷ്ടല്ല സർവന്റ് സ്വിഫ്റ്റ് കാർ കഴിയുന്നത്. സർവന്റ് കഴുകുന്നേ ഡാഡിയുടെ ബെൻസ് കാറാ. അയ്യോ, ദാസേ, ഒരു ചായ. ഇല്ലെന്നേ. കഴിക്കാനോ? ഇല്ലെന്ന്. ഒന്നൂല്ലേ? എന്ത് ചെയ്യും? എന്താ പോലെ നിനക്ക് സുട്രാ പിമ്മ വേണോ? തരല്ലോ. എന്താ ദിവാകരേട്ട പോണത്? ചായ കുടിക്കണില്ലേ? ഇല്ലാന്ന് പറഞ്ഞു. ആര്? ദാസ്. കഴിക്കാനും ഒന്നുമില്ലാന്ന് പറഞ്ഞു. എന്റെ കർത്താവേ, പിന്നെ ഇവന്റെ ചത്തുപോയ തന്തയ്ക്ക് കഴിക്കാനാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദിവാകരേട്ടൻ കേറ്, അങ്ങോട്ട് കേറുന്നേ. അവൻ ഇന്ന് ഞാൻ ദിവാകരേട്ടൻ അങ്ങനെ ഇരുന്നേ. ഉമ്മ അമ്മച്ചി. നാണം കെട്ടവനെ, രാവിലെ തന്നെ കച്ചവടം മുടക്കാൻ വന്നിരിക്കാനോടോ? അവന്റെ ഒരു ഉമ്മ വെച്ച് കളി. ഷാപ്പിലെ പൂച്ചനെ പോലെ കർത്താവേ, കാലും വയ്യല്ലോ. കുറെ ഞരമ്പ് രോഗികളുണ്ട്, അവർക്ക് ചെവിയിൽ വെക്കാൻ ഒരു സാധനമുണ്ട്, മൊബൈല്. ഇതൊക്കെ കണ്ടുപിടിച്ചവന്റെ തല പൊട്ടിത്തെറിച്ചു പോവുകയുള്ളൂ. ചായ കൊണ്ടുവരാം. ചേട്ടത്തിയേ, നിങ്ങൾ ഇരിക്കേ, ചായ കൊണ്ടുവരാം. ചേട്ടത്തി ഇതാരെ പ്രാകുന്നത്? വേണ്ട വേണ്ട വേണ്ട, ഇറക്കിയിട്ട് പറഞ്ഞാ മതി, ഇല്ലേ തൊണ്ണെ കെട്ടി ചത്തു. മൊബൈൽ കണ്ടുപിടിച്ചു. എടാ ശശി, ആരാടാ മൊബൈൽ കണ്ടുപിടിച്ചത്? അത് പിന്നെ എടാ, ആരാടാ ഈ മൊബൈൽ കണ്ടുപിടിച്ചേ? ഒരു കൺട്രാവ്. ഇതൊന്നും അറിയാൻ പാടില്ലായിട്ടാണ് കൺട്രാവ് കിടക്കണത്. എടോ മർക്കോണി. ചേട്ടത്തി, മർക്കോണി. ഓ, ഏത് കോണി ആയാലും കൊള്ളാം, കണ്ടുപിടിച്ചത് കട്ടൻ തന്നെ. ഇവർക്ക് 2 ചായ എടുത്തു കൊടുത്തടാ. അങ്ങേര് മൊബൈലല്ലേ കണ്ടുപിടിച്ചോളൂ. ഇവിടെ മറ്റു പലരും കുളക്കടവിൽ പോയി മൊബൈലും കൊണ്ട് മറ്റു പലതും കണ്ടുപിടിക്കുന്നുണ്ടേ. നിങ്ങളുടെ മോൻ വളഞ്ഞു പോയി മൊബൈൽ കമ്പനിക്കാർ കുറ്റം പറയണത് എന്തിനാണ്? നിങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നാണ്, എനിക്കിട്ട് പണിയാൻ വേണ്ടി വന്നാണ്. എടാ കരിമുട്ടി, എന്നോട് കഴിച്ചാലേ ചായയിൽ കൂടാൻ കളിക്കി തരും. പിന്നെ നിന്റെ അമൗണ്ട് തരണ ചായ അമൃതല്ലേ, ഒന്ന് പോടാപ്പാ. നീ ഒന്നും ഉണ്ടായിരിക്കടാപ്പാ, ഒരു ബോധം ഇല്ലാത്തവനാണ്. പറഞ്ഞ പോലെ ചെയ്യൂട്ടാ. എടാ, നീ എന്താടാ എന്റെ ചായനെ കുറിച്ച് പറഞ്ഞത്? ഏയ്, ഇവിടുന്ന് ഒരു ചായ കുടിക്കാതെ പോകാൻ പറ്റൂലെന്നാ പറഞ്ഞത്. കക്കൂസിലേ. ഓ വരുന്നുണ്ടേ ഒരു ഗുണ്ടട്ട് സായിപ്പ്. ഞാൻ പോണേ. ഓ മറിയച്ചെടുത്തിയേ ഒരു ചായ. നീ റേഡിയേറ്ററിൽ വെള്ളം ഒഴിച്ചടാ. എടാ, നീ അപ്പൊ നിന്നോടാ ചോദിച്ചത്. ഇവനെന്താ പൊട്ടം കളിക്കണ? എടാ, റേഡിയേറ്ററിൽ വെള്ളം ഒഴിച്ചോന്ന്. ഇയാൾക്ക് പോയി ഒഴിച്ചാൽ എന്താ? ഇയാളും ഡോർ ഓഫീസർ അല്ലേ, അല്ല മുതലാളിയൊന്നും അല്ല. എടാ, നിങ്ങൾ ഏട്ടനും അനിയനും ഇങ്ങനെ കീരിയും പാമ്പും പോലെ ആയാലും എങ്ങനെയാ? എന്റെ ചേച്ചി, ഞാൻ ഇത്തിരി വെളുത്ത് സുന്ദരനായി പോയത് എന്റെ കുഴപ്പം കൊണ്ടാണോ? ഓ അയ്യേ, ഒരു ചുന്നരൻ. ചുന്നരന്റെ ഗുണവതിയാരോന്ന് എന്നെ കൊണ്ട് പറയിക്കല്ലേ. നീ ഒന്ന് ചുമ്മാ ഇരിയടാ. പോയ റേഡിയേറ്ററിൽ വെള്ളം ഒഴിച്ചേ. ഞാൻ വെള്ളം ഒഴിക്കും, അതെന്റെ ഡ്യൂട്ടിയാണ്. പക്ഷേ ഈ കറുത്ത വർഗക്കാരെ അടിമകളാക്കാന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട. ഈ ഇന്ന് ഞാനുണ്ടല്ലോ. തല്ലനോടാ, തല്ലടാ. ധൈര്യം നീ ഒന്നും കൂടെ എന്നെ സായിപ്പെന്ന് വിളിച്ചോക്കടാ. വിളിക്കൂടാ സായിപ്പേ. സായിപ്പ് നിന്റെ അപ്പൻ ആണാ? എന്നാ കരിമാക്കാനെ നിന്റെ അപ്പൻ. രണ്ടുപേരും കൂടി തന്തയ്ക്ക് വിളിക്കുന്നോടാ. ഒരേ തന്തയ്ക്ക് ഒരേ സമയം പറഞ്ഞ ഇരട്ടകളാ നിങ്ങള്. നിങ്ങൾ ഇരട്ടകളല്ല, പരട്ടകളാണ്. വീഴാറായി നിൽക്കണ എന്റെ കട വീഴിക്കാതെ പൊക്കോടെ നിങ്ങള്. ഇവിടെ വെച്ചായത് നിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ നിന്റെ കൊടൽമാല വലിച്ചെടുത്ത് പരമശിവനെ പോലെ കഴുത്തിലിട്ട് കളിക്കാൻ. കളിക്കാമെന്ന്. 2 ദിവസം പുട്ടും ഒരു പഴവും അലങ്കാരത്തിന് 3 പപ്പടം വെച്ചോ. നീ അവനോടുള്ള ദേഷ്യം മുഴുവൻ പുട്ടി തീർക്കാൻ പോവാണ്. ഇതിന്റെയൊക്കെ കാശാരി കൊടുക്കും. കൊടുക്കണം. ഞാനാ? പറ്റില്ലായിരിക്കോ, വെറുതെ വേണ്ട. ഇടക്ക് മുതലാളുടെ പറ്റിക്കണല്ലേ.
വേഗം അവിടെ വെച്ച് വെച്ചിട്ട് മനുഷ്യന്റെ കുറഞ്ഞു വരികയാണ്. എന്റെ ദൈവമേ മുതലാളി, ആരിത് വർക്കിച്ചേട്ട മുതലാളിയാ? വന്നിട്ട് ഒത്തിരി നേരമായോ? എടാ ഒന്നല്ലെങ്കിൽ വർക്കിച്ചേട്ടാന്ന് വിളിക്കണം, അല്ലെങ്കിൽ മുതലാളി എന്ന് വിളിക്കണം. നീങ്ങ വന്നേ. എടാ ശശി. എന്റെ മുതലാളി, ഞാൻ ശശിയല്ല, പിന്നെ സാം കുമാർ. ഈ ശശി എന്നുള്ള പേര് മതിയായിരുന്നു. ശശി എന്നൊക്കെ പറയുമ്പോൾ വിളിക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നു. അല്ല, ശശി എന്നുള്ള പേരിന് എന്താണ് കുഴപ്പം? ബാഗ് കടിക്കാത്ത കാര്യം പറ ശശി. ശശിക്ക് എന്താണ് കുഴപ്പം? എന്റെ മുതലാളി ഓരോ തവണ ശശി എന്ന് വിളിക്കുമ്പോ കടിച്ചാണ് ഈ ബാഗ് ഈ പരുവത്തിലായത്. മുതലാളി എന്നെ ശശി എന്ന് വിളിച്ചിങ്ങനെ ആക്ഷേപിക്കരുത്. എന്തെങ്കിലും ആട്ടെ ആട്ടെ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ കളക്ഷൻ? ഓ, ഇന്നലത്തെ കളക്ഷൻ ആയിരുന്നു മുതലാളി. കളക്ഷൻ ആ ലേഡീസ് ഹോസ്റ്റലിന് മുമ്പിൽ എന്നാ കളക്ഷൻ ആയിരുന്നു. എടാ, കണ്ട ലേഡീസ് ഹോസ്റ്റലിന് മുമ്പിലുള്ള കളക്ഷന്റെ കാര്യമല്ലേ ചോദിച്ചത്? വണ്ടിയുടെ കളക്ഷൻ എന്തായിരുന്നു? തരാം. ഓ, ഇന്നും ഉണ്ടാ കുറിപ്പടി. ചെറുത് ഡീസൽ 1200, ടയർ കട്ട 700, സ്റ്റെപ്പിനി പഞ്ചർ 200, രാജപ്പൻ 600, അനിയപ്പൻ അധികപ്പറ്റ് 250. അതിവല അനിയപ്പോ അല്ലേ, നീയൊക്കെ എനിക്കൊരു അധികപ്പറ്റ് തന്നെയാടാ. നിന്നെയും കൂട്ടിയാ പറഞ്ഞത്. മൊത്തം വരവ് 2450, ചിലവ് 2950, ബാലൻസ് 500 രൂപ ഞാൻ അങ്ങോട്ട് തരണം. അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, ഇതൊന്ന് പിടിച്ചേ. ദാ. ആ, അയ്യോ, അതിങ്ങ് തന്നേര്. ഇത് വർഷങ്ങളായിട്ട് ഞാൻ സ്വരുക്കൂട്ടി വെക്കണതല്ലേ. എന്തിനാ? എന്നെ സെമിത്തേരിയിലേക്ക് കെട്ടിയെടുക്കുമ്പോഴേ ആ കുഴിയിലിട്ട് മൂടാനല്ലേ. വർഷം കുറെ ഈ ബസ് ഓടാൻ തുടങ്ങിയിട്ട് 5 പൈസ ഇങ്ങോട്ട്. എന്റെ അമ്മായിയപ്പൻ സ്ത്രീധനത്തിൽ ഉൾപ്പെടുത്തി ഈ ബസ് കൂടി തരുമ്പോ ഞാൻ കരുതിയില്ല 2 കുരിശിനെ കൂടിയാ എനിക്ക് തരണേന്ന്. വെറ്റുകളയാന്ന് വെച്ച് അവളൊട്ട് സമ്മതിക്കണമില്ല. അവളുടെ അപ്പന്റെ ഓർമ്മക്കായിട്ട് ഈ ബസ് കൂടി വേണമെന്ന്. ദിവസവും പണി തരുന്ന ഒരു ബസ്സും ഒരു പണി പോലും എടുക്കാത്ത കുറെ പണിക്കാരും. മുതലാളി, ഞങ്ങളുടെ ആത്മാർത്ഥയെ ചോദ്യം ചെയ്തത്. അയ്യോ ഇല്ലേ, വേറൊരു ആത്മാർത്ഥക്കാരുണ്ടായിരുന്നല്ലോ, ഡ്രൈവർ. അദ്ദേഹം ഈ മന്ത്രവാദവും കൂടോത്രവും കഴിഞ്ഞിങ്ങ തിരക്കായിരിക്കും ചിലപ്പോ. മുതലാളിയേ, എന്തോ? നിന്നെ അല്ല എന്നെയാ. ദേ പറഞ്ഞു തീർന്നില്ല. ദേ വരണ കുട്ടൂസ മന്ത്രവാദി. വരണ വരവ് കണ്ട സുരേഷ് ഗോപിയുടെ പടത്തില് നരേന്ദ്രപ്രസാദ് പറഞ്ഞ കൂട്ട് ഒന്ന് നോക്കിയേ. ആരെടാ, എവിടെ പോയി? പേടിച്ചും പോയി. മുതലാളിയാണല്ലേ. ഇതാരിത്? മുതലാളിയോ? എവിടാ? ഇങ്ങോട്ട്. എവിടെയായിരുന്നു കൂടോത്രം? നമ്മുടെ തെക്കാപ്പേട്ട രാധാമണിക്ക് 2 ദിവസമായി ഒരു കിടുകിടുപ്പും ചെറിയൊരു പനിയും. എന്നോടൊരു ചരട് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞു. അത് കെട്ടിക്കൊടുത്തിട്ട് വരുവാ. രാധാമണി അവളുടെ കെട്ടിയോ ഖത്തറിലല്ലേ? അതെ, ഖത്തറിലാണ്. അതുകൊണ്ട് അല്ല, അല്ലേലും വിദേശത്ത് ജോലിയുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാരാ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിക്കുന്നത്. രാജപ്പാ, ഇല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് ചരട് കെട്ടി 12 വട്ടം ഊതിയ ചരടങ്ങ് കെട്ടി അവിടെ നിന്ന്. ആര്? മണിയപ്പൻ ചേട്ടൻ ഇന്ന് രാവിലെ കെട്ടയച്ചു വിട്ടത്. കിടുകിടുപ്പ്. ഓ, സമ്മതിക്കണോട്ടാ. ചെന്ന് പണിയെടുക്ക്. അതെ, ഇന്ന് മുതൽ ഈ ബസ്സിൽ ഞാനും വരുന്നു. 10 കാശുണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചെന്ന് പണിയെടുക്ക്. അവനെ വിളിക്കടാ. മുതലാളി, അതെ, ധനാഗമന യന്ത്രം എന്ന് പറഞ്ഞൊരു യന്ത്രമുണ്ട്. അത് ജപിച്ച് അരയെ കെട്ടിയാൽ ധനം കുമിഞ്ഞുകൂടും. നോക്കുന്നോ? വേണം. വേണ്ടല്ലേ? അല്ലേ മുതലാളി ഓടിച്ചു, ഞാൻ പോയേക്കാം. ഞാൻ തന്നെ ഓടിക്കാം. അല്ലെങ്കിൽ മുതലാളി ഞാനല്ലേ, അല്ലെങ്കിൽ ഓടിക്കേണ്ടത് ഞാനല്ലേ. ഓടിക്കാം. അയ്യോ, ഞാൻ ഓടിച്ചില്ലെങ്കിൽ ഇയാൾ എന്നെ ഓടിക്കും. പലതുള്ളി പെരുവെള്ളം പോൽ പലമാതിരി കഥകൾ പറയാൻ പുഞ്ചിരിതൂകും കൊഞ്ചലുമായി നാഴികയ്ക്കൊരു 40 വട്ടം നാടും നഗരവും ചുറ്റിപ്പായണ ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. കൊണ്ടുവിടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156
സെക്രട്ടറി വർഗീസ് കൊണത്താപ്പള്ളി പറഞ്ഞോ. കൊണത്താപ്പള്ളി ഞാനാ. ലൗഡ് സ്പീക്കർ ഇട്ടതാ കുഴപ്പമായത്. ശേഖരപിള്ള ചേട്ടൻ എങ്ങോട്ടാ? എന്തായി പെൻഷന്റെ കാര്യം? അത് ഇതുവരെ ശരിയായില്ലടാവേ. അത് ഇതുവരെ ശരിയായില്ലേ? ഇത് തന്നെ അല്ലടാവേ ഞാനും പറയണത്. അത് ഇതുവരെ ശരിയായില്ലേ? നീ ഇവിടുത്തെ മണ്ഡലത്തിന്റെ സെക്രട്ടറി പ്രസിഡന്റ് എന്താണ്ട ആണല്ലോ. എടാ നീ എങ്ങനെയെങ്കിലും എന്റെ പെൻഷന്റെ കേസ് ഒന്ന് ശരിയാക്കി താ. നടന്ന് കാല് തയ്യാറായി. ഇപ്പൊ അവരെന്താ പറയാ? എന്താ പറയണേ? ഞാൻ കംപ്ലീറ്റ് പേപ്പറായിട്ട് ഓഫീസിലേക്ക് ചെന്നു. എന്നിട്ട് ഇതൊക്കെ അങ്ങോട്ട് മുമ്പിൽ വെച്ചു കൊടുത്തു. ഇതൊക്കെ മറച്ചു നോക്കിയപ്പോ ആ പെണ്ണുമ്പിള്ള പറയാണ് വീടിന്റെ സ്കെച്ച് വേണോന്ന്. സ്കെച്ച് കൊണ്ട് കൊടുക്കണം. ആ സ്കെച്ച് വരച്ചു വെച്ച് തുറന്നു ഉണ്ടായിരുന്നു. അത് തപ്പി നോക്കിയപ്പോ എലികരണ്ടേക്കണ്. നേരെ വില്ലേജ് ഓഫീസിലേക്ക് ഓടി. അവിടെ ചെന്ന് വില്ലേജ് ഓഫീസറോട് പറഞ്ഞു, സാറേ എന്റെ പെൻഷന്റെ കേസാണ്, എങ്ങനെയെങ്കിലും എന്റെ വീടിന്റെ സ്കെച്ച് ഒന്ന് വരച്ചെന്നോ. അപ്പൊ മൂപ്പിലാണെന്ന് ആലോചിച്ചിട്ട് പറയാണ് നാളെ വരാൻ. പിറ്റേ ദിവസം ഒരു പാക്കറ്റ് സ്കെച്ച് പേനായിട്ട് ഞാൻ ചെന്ന്. അപ്പൊ തന്നെ എന്താണ്ടൊക്കെ കാട്ടിക്കൂട്ടി വരച്ചൊപ്പിച്ചു. ഇത് നേരെ കൊണ്ട് കൊടുത്തപ്പോ ആ പെണ്ണുമ്പിള്ള പറയാണ് റേഷൻ കാർഡിന്റെ കോപ്പി വേണോന്ന്. കോപ്പി കൊണ്ട് കൊടുക്കണം, എന്നാലേ കിട്ടുള്ളൂ. റേഷൻ കാർഡ് വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പൊ തന്നെ കോപ്പി എടുത്ത് ആ പെണ്ണുമ്പിള്ള കൊണ്ട് കൊടുത്തത്. അപ്പൊ ആണ്ട്രാ ആ പെണ്ണുമ്പിള്ള പറയാ ഇത് പറ്റൂല. അതെന്താ പറ്റാത്തത്? ഞാനൊന്ന് ചോദിക്കണമല്ലോ. ഓയ് എടാ റേഷൻ കാർഡിൽ എന്റെ പടം മാറി ഇപ്പൊ പെണ്ണുമ്പിള്ളയുടെ പടം അല്ലേ? ഓ പുതിയ നിയമം, അത് ഞാൻ ഓർത്തില്ല. അവര് പറയാ പെണ്ണുമ്പിള്ളക്ക് വേണമെങ്കിൽ പെൻഷൻ തരാന്ന്. അല്ല ചേച്ചിക്ക് വല്ല ജോലിയുണ്ടോ? നീ മെട്ടണ എന്നാത്തിനാടാ പെൻഷൻ? അതിന് പെൻഷൻ കിട്ടില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി താടാ. ശരിയാക്കി തരാം. ഇപ്പൊ കയ്യിലെന്തുണ്ട്? കയ്യിൽ ഈ ഡയറിയും ഈ കൊടയും. കാശായിട്ട് എന്തുണ്ടെന്ന്? കാശായിട്ട് വല്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പെൻഷന്റെ പുറകെ ഇങ്ങനെ നടക്കൂടാ. അപ്പൊ കാശ് എന്തെങ്കിലും ഉള്ളപ്പോ എന്നെ വന്ന് കാണി, ഞാൻ റെഡിയാക്കി തരാം. എടാ അങ്ങനെ പറയല്ലേ, റെഡിയാക്കി താന്നേ. എനിക്ക് മണ്ഡല കമ്മിറ്റി ഉണ്ടെന്നേ. ആണോ? എന്നാ നമുക്ക് മകരവിളക്കിന് കാണാം. ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ഞാനും വരണ്ടെന്ന്. എന്താ ഹൈമാവതി സാറേ, സ്ഥലം മാറ്റൊന്നും ആയില്ലേ? ഓ അതൊന്നും നടക്കുമെന്ന് തോന്നണില്ല. ഇവിടെ കുറെ രാഷ്ട്രീയക്കാരുടെ പുറകെ നടന്നതും കാശ് പോയതും മിച്ചം. അല്ല കൊണത്താപ്പള്ളി സാറേ, സാർ ഇവിടുത്തെ യൂത്ത് വിങ്ങിന്റെ വലിയ നേതാവല്ലയോ? സാറ് വിചാരിച്ച ഈ ഹൈമാവതി സാറിന്റെ പ്രശ്നം ഒന്ന് പരിഹരിച്ചുകൂടെ? നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ വില്ലേജ് ഓഫീസ്. ആര് പറഞ്ഞു ഹൈമാവതി സാറിന്റെ കാര്യത്തിൽ ഇടപെടുന്നില്ലെന്ന്? ഞാൻ മന്ത്രിയുമായിട്ട് സംസാരിച്ചു. അവരാ ഫയല് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ വർഷം എങ്ങാനും പഠിച്ചു തീരുമോ നേതാവേ? ഒരു വർഷം കൂടിയല്ലേ ഭരണം. അതാണെങ്കിലോ കയ്യാലപ്പുറത്ത് തേങ്ങ. എന്ന് ആര് പറഞ്ഞു? വരുന്ന 5 കൊല്ലം ഞങ്ങൾ തന്നെ ഭരിക്കും. ഈ അവസരത്തിൽ അസന്നിഗ്ധമായിട്ട് ഞാനത് പറയുകയാണ്. പുതിയ ബഡ്ജറ്റ് കേട്ടല്ലോ, എല്ലാ പാവങ്ങൾക്ക് വേണ്ടിയുള്ളതാ. അല്ല കൊണത്താപ്പള്ളി സാറേ, അതിന് ഈ പറയുന്ന ബഡ്ജറ്റ് അവതരിപ്പിച്ചായിരുന്നു. അതിനു പകരം അവിടെ ചില കൈക്രിയകളൊക്കെയാ നടന്നതെന്നാണല്ലോ എംഎൽഎമാര് പറയുന്നത്. അത് വെറും മാധ്യമ സൃഷ്ടിയല്ലേ, പിന്നെ മോർഫിങ്ങും. കഷ്ടം. ശരിക്കും അവിടെ യഥാർത്ഥത്തിൽ നടന്നത്. എന്റെ പൊന്നി ഏട്ടാ, ഇവിടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. നിയമസഭയിലെ കാര്യമൊന്നും ഇവിടെ വിളമ്പണ്ട. അതെ പോണില്ലേ, കുറെ നേരം ആയല്ല. ആള് കേറാനുണ്ട്. ആളോ? ഇവിടെ എങ്ങും ആരും ഇല്ലല്ലോ. ഇത് ആര് കേറാനുണ്ടെന്നാ? അതെ ആള് കേറാണ്ടെന്ന് പറഞ്ഞില്ലേ? വേളം ഉണ്ടാക്കണമെന്നില്ല. നിങ്ങൾ ആര് കേറാനുണ്ടെന്നായി പറയണേ? ആരും ഒന്നല്ല. ഇവിടുന്ന് ഈ വണ്ടി ഇളകണമെങ്കിൽ പഞ്ചായത്തിന്റെ മുതല് വരാനുണ്ട്. പഞ്ചായത്തിന്റെ മുതലോ? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓമന പുത്രി കുസുമ. ബസ് പോവും. എന്താണ് സാർ ടിക്കറ്റ്? ടിക്കറ്റ് അല്ലേ? ഒരു മരം പോകാണ്. ഓ രക്ഷപ്പെട്ട്. റോഡാരാ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്? ഏണ്ട പടമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. ആരുടെ ഇത്? അവനിപ്പോ വീണ് ചത്തേനെ. റോഡ് ക്ലോസ്ഡ്. ഇതെന്തുവാ? ഇന്നലെ വരെ ഇതില്ലായിരുന്നല്ലോ. ഇത് ആരോടെ കൊണ്ട് വെച്ചത്? ഇവിടെ ആരോ ചത്ത്. ദേടെ പടം വെച്ചിട്ട് കണ്ടില്ലേ? ക്ലോസ്ഡ്. ടയർ
നീ റേഡിയേറ്ററിൽ വെള്ളം ഇല്ല ഒഴിച്ചാ എന്തേ അതോ എന്നെ ഡാടാ, അത് ചോദിക്കാൻ ഞാനിവിടെ ഉണ്ട്. ഞാനാണ് ഈ ബസ്സിന്റെ മുതലാളി. റേഡിയേറ്റർ വെള്ളം ഒഴിച്ചാണ്. അത് കണ്ടല്ലേ ഇവിടെ നിന്ന് ചോദിച്ചത്. അല്ല എന്നാലും ഇതെന്താ ഈ അടച്ചിട്ടേക്കുന്നത്? എന്തോ അപകടം മണക്കണണ്ടാ. ശരിയാ, നല്ല മണമുണ്ട്. അല്ല ആരും ഇങ്ങോട്ട് വന്നിട്ടല്ല. ശരിയാണല്ലോ, കണ്ണു പിടിക്കുന്നില്ല. ആരാ അത്? നല്ല പരിചയമുള്ള ഷർട്ടാണല്ലോ. കയ്യില് കൊടയുമുണ്ട്. പക്ഷെ ഇവിടെ മഴയില്ലല്ലോ. മിണ്ടല്ലേ? ദൈവമേ, അത് ഷാജിയല്ലേ? ഷാജി? ഏത് ഷാജി? നമ്മുടെ പാഷാണ ഷാജി. എന്റെ ദൈവമേ, അവൻ ഇവിടെ വന്ന. ഇവരെന്താ മനുഷ്യനെ കണ്ടിട്ടില്ലേ? പാഷാണം ഷാജി കേട്ടപ്പോ തന്നെ ഓടണം. പാഷാണ ഹാജിയോ? അയ്യോ, ഹാജി അല്ല ഷാജി. പാഷാണം ഷാജി. ദൈവത്തിന്റെ നാട്, നാടിന് മൊത്തം കേട്, ഈ ധാരാണ്ടിന്റെ മേട്. ഹൊയ് ഹൊയ്, കഥയില്ല കഥ പലതും ചൊല്ലി പൊല്ലാപ്പിലതാക്കണ കൂട്ടം കൊല്ല ചെയ്യും പലരുണ്ട്. പലതുള്ളി പെരുവെള്ളം പോൽ പരമാതിരി കഥകൾ പറയാൻ പുഞ്ചിരി തൂകും കൊഞ്ചലുമായി നാടിനൊരു 40 വട്ടം നാടും നഗരവും ചുറ്റിപ്പായണ് ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്.